ഹായ്, നമുക്കിന്ന് ഈ ഒരു ഇൻഫാൻറ്റ് വാമറിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം കേട്ടോ. ഇത് വാൾ മൗണ്ടഡ് ഇൻഫാൻറ്റ് വാമറാണ് വരുന്നത്. നമുക്ക് സാധാരണ സ്റ്റാൻഡേർഡൊക്കെയുള്ള വാമറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത് വാൾ മൗണ്ടഡ് എന്ന് പറയുമ്പോൾ എന്താ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അധികം സ്ഥലം ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ, അതായത് ചെറിയൊരു ഹോളോ ചെറിയൊരു റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് വാളിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അധികം സ്ഥലം നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ മെഷീൻ്റെ താഴെയായിട്ട് നമുക്ക് ബേബി ട്രേ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഈ വാമർ എന്തിനാണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നവജാത ശിശുക്കളുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ മെഷീനിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കും. ആ ടെമ്പറേച്ചർ നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മെഷീൻ്റെ ഒപ്പം തന്നെ ഒരു സ്കിൻ പ്രോബ് വരുന്നുണ്ട്. സ്കിൻ പ്രോബ് നമുക്ക് ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മെഷീൻ്റെ ഇവിടെ ആയിട്ട് 2 സ്വിച്ചാണ് വരുന്നത്. ഒന്ന് വരുന്നത് ഹീറ്റർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീൻ്റെ മെയിൻ ഓൺ ഓഫ് ബട്ടൺ. പിന്നെ അടുത്തത് വരുന്നത് നമ്മളുടെ ലൈറ്റ്, എക്സാമിനേഷൻ ലൈറ്റിൻ്റെ സ്വിച്ചാണ്. ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ എക്സാമിനേഷൻ ലൈറ്റ് വർക്ക് ചെയ്യും. ഇവിടെ ആയിട്ട് എക്സാമിനേഷൻ ലൈറ്റ് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മെഷീൻ്റെ പവർ ഓണാക്കി, മെഷീൻ പവർ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ അലാം അടിക്കുന്നത് ലോ അലാം അടിക്കുകയാണ്. ടെമ്പറേച്ചർ നമുക്ക് 28 അല്ല ഉള്ളൂ, നമ്മളിവിടെ 34 ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ലോ അടിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഒരു 33 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെമ്പറേച്ചർ സെൻസർ നമ്മൾ എവിടെയാണ് വയ്ക്കുന്നത്, പേഷ്യൻ്റ് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ടെമ്പറേച്ചർ സെൻസർ വയ്ക്കും. അതായത് നമ്മൾ ഹീറ്ററിൻ്റെ നേരെ താഴെയായിട്ട് 27.8 ആയി, 27.9 ആയി, 28 ആയി ടെമ്പറേച്ചർ ഉണ്ട്. ടെമ്പറേച്ചർ ഇങ്ങനെ ഇൻക്രീസ് ആയി വരും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചറിൽ അച്ചീവ് ആയി കഴിഞ്ഞാൽ അത് കട്ട് ഓഫ് ആകും. ഓക്കെ, പിന്നെ ടെമ്പറേച്ചർ ഡൗൺ ആകുമ്പോൾ വീണ്ടും ഹീറ്റർ വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഇതിൽ. പിന്നെ പവർ ഫെയിലിയർ അലാം ഇവിടെ വരുന്നുണ്ട്. ഇത് സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇവിടെ വരുന്നത് നമ്മൾ സെറ്റ് ടെമ്പറേച്ചറും ഇവിടെ വരുന്നത് മോണിറ്ററിങ് ടെമ്പറേച്ചർ, അതായത് നമുക്ക് എത്രയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതും. പിന്നെ ഇവിടെ ഡിഗ്രി സെൽഷ്യസും വരുന്നുണ്ട്, ഫാരൻഹീറ്റും വരുന്നുണ്ട്. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കീ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതിലിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫാരൻഹീറ്റായി, ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഹെഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് ആംഗിളിലേക്ക് വേണമെന്ന്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് ചരിച്ച് വെച്ചിരിക്കാം. Kita